ഗൈസ്, നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ള പ്ലെയറാണ് സോം കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോൾ കീപ്പർ. വിദേശത്ത് യൂറോപ്പിൽ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചതാണ്. എന്താണെങ്കിലും ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് റൂമറൊക്കെ ഇങ്ങനെ വന്നിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഒരു യങ് ടാലൻറ്റിനെ സൈൻ ചെയ്യുന്നു എന്നുള്ള തരത്തിലൊക്കെ. എന്നാൽ പിന്നീട് അത് മാർക്കസ് തന്നെ കൺഫേം ചെയ്യുന്നു. ആ ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോം കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾ കീപ്പറാണ് എന്നുള്ളത്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പം തീർച്ചയായിട്ടും ഒരു യങ് ടാലൻറ്റ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന പ്ലെയറാണ്. അദ്ദേഹം ബംഗളൂരുവിൽ നിന്ന് ഉള്ളൊരു ആളാണ്, കർണാടകക്കാരനാണ് എന്നുള്ളതാണ്. ബംഗളൂരു എഫ് സിയുടെ അക്കാഡമിയിലൊക്കെ മുമ്പ് ഭാഗമായിരുന്ന ഒരു പ്ലെയറാണ്. പിന്നീട് ഇന്ത്യയുടെ അണ്ടർ-16, അണ്ടർ-20 കാറ്റഗറികളിലൊക്കെ കളിച്ചിരുന്നു. കഴിഞ്ഞ സാഫ് അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിരുന്നു. മാത്രമല്ല ആ ഒരു ടൂർണമെൻറ്റിലെ ഗോൾഡൻ ഗ്ലോവ് പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ 2020 തൊട്ട് അദ്ദേഹം യൂറോപ്പിലാണ്, അതായത് സ്ലൊവേനിയയിലാണ് കളിക്കുന്നത്. അവിടുത്തെ പല ടീമുകളുടെ ജൂനിയർ കാറ്റഗറികളിൽ റിസർവ് സൈഡിലൊക്കെ കളിച്ചു വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. നല്ല പെർഫോമൻസ് നടത്തുന്ന ചില വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ യൂറോപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ബിൽഡ് ചെയ്ത് വരികയായിരുന്നു ഇദ്ദേഹം. അവിടെ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ 19ാമത്തെ വയസ്സിൽ എത്താൻ പോകുന്നത്. സ്റ്റിൽ അദ്ദേഹം അണ്ടർ-20 ബാച്ചിൽ കളിക്കാനായിട്ടുള്ള ഒരു എലിജിബിലിറ്റി ഉള്ള പ്ലെയറാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും നമുക്കറിയാം, അത് ഇപ്പം സച്ചിൻ സുരേഷാണ് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ബാക്കി ഉണ്ടായിരുന്ന കഴിഞ്ഞ സീസണിൽ 2 ഗോൾ കീപ്പേഴ്സും ക്ലബ്ബ് വിട്ടു പോയി. ലാറ ശർമ്മ ലോൺ കഴിഞ്ഞ് പോയി, കരൺജിത്ത് സിംഗ് ക്ലബ്ബ് വിട്ട് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിന് ഏജ്ഡൊക്കെ ആയി. അപ്പം ഈ സാഹചര്യത്തിൽ നമുക്ക് 2 ഗോൾ കീപ്പേഴ്സ് വേണം. ഒരാൾ നോറ ഫെർണാണ്ടസ് ആണ് എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം, ഐ ലീഗിൽ നിന്ന് വരുന്ന പ്ലെയർ. അതിന് പിന്നാലെയാണ് ഇങ്ങനൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി നടക്കുന്നത്. എന്താണെങ്കിലും ഒരു സെക്കൻഡ് ചോയ്സിന് വേണ്ടിയിട്ട് നോറയും അതുപോലെ സോംകുമാറും തമ്മിലൊരു പോരാട്ടം ഉറപ്പായിട്ടും ഉണ്ടാകും. പിന്നെ സോംകുമാർ കുറച്ചും കൂടി ഒരു യങ് ആണ്. സാധാരണഗതിയിൽ ഗോൾ കീപ്പേഴ്സ് ഡെവലപ്പായിട്ട് വരുന്നൊരു സ്റ്റേജ് ആണ്. ഒരു 19-20 ഒക്കെ കഴിഞ്ഞ് ഒരു 25-ലേക്കൊക്കെ എത്തുമ്പോഴാണ് സാധാരണഗതിയിൽ. ഇപ്പം സച്ചിൻ സുരേഷും ഈ പറഞ്ഞ പോലെ കളിച്ച് സെറ്റായിട്ട് വന്നിട്ടുള്ളൊരു പ്ലെയറാണ്. പേഴ്സണലി ആസ് എ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും അദ്ദേഹം ഒരു യൂറോപ്പിൽ കൂടി ഒരു സ്പെൻഡ് ചെയ്യണമായിരുന്നു. സീനിയർ കരിയർ അവിടെ നിന്ന് തുടങ്ങണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അവിടെ ഒരു 2-3 വർഷമെങ്കിലും കളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഗുണം ഉണ്ടായേനെ. നമുക്കറിയാം ഗുർപ്രീതൊക്കെ അങ്ങനെ ഒരു കരിയർ നോവയിലൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഗുണം എന്താണ് എന്നുള്ളതൊക്കെ. എന്താണെങ്കിലും പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ളൊരു പ്ലെയറാണ്. 6'3" ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹൈറ്റ്. എന്നാലും അടുത്ത സീസണിൽ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മത്സരങ്ങളിൽ കളിക്കുമെന്നുള്ളത് അറിയത്തില്ല, ISLലൊക്കെ. എങ്കിലും ചിലപ്പോൾ RFBL ഇനിയും കളിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റിൽ യങ് ആണ്, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനുശേഷമൊക്കെ നെക്സ്റ്റ് സീസണിലേക്കൊക്കെ വരുമ്പോഴായിരിക്കും ഒരു സെക്കൻഡ് ചോയ്സ് എന്ന നിലയിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ലെവലിൽ, അല്ലെങ്കിൽ സച്ചിൻ സുരേഷിന് ഒരു മത്സരം കൊടുക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ വരാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നത്. പിന്നെ ഇദ്ദേഹത്തെ നോക്കുകയാണെങ്കിൽ ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ബേസിക്കലി ഉള്ളൊരു പ്ലെയർ കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേരൻസും നാഷണൽ ലെവലിലെ ബാഡ്മിൻ്റൺ പ്ലേയേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഒരു യങ് പ്രോമിസിങ് ടാലൻറ്റിനെയാണ് ഒരു ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് സോം കുമാർ. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ സനി.